യെസ്, ടോട്ടലി മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ളൊരു സിനിമ, ഒരു സീരീസാണ് 1000 ബേബീസ്. ആദ്യത്തെ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഊഹം കിട്ടും. വാട്ട് ഈസ് ദ ക്രൈം ദാറ്റ് ഈസ് ഹാപ്പനിങ് അറൗണ്ട്. എന്താണ് ആ സാറ ഔസേപ്പാണെന്ന് തോന്നുന്ന ആ ഒരു പെണ്ണിൻ്റെ പേര്. ഷീസ് എ നഴ്സ്, എന്തോ ഒരു സ്പെഷ്യൽ ഒരു പ്രസവം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആ ഡിവിഷനിൽ പ്രത്യേകിച്ച് പേര് പറയല്ലോ, ഓഫ്സ്പ്രീസ് എന്തോ സംഭവം. യെസ്, അതിൻ്റെ ഹെഡാണ് ഈ കക്ഷി എന്തോ ഒരു സുന ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റുപറ്റിയിട്ടാണ് സിനിമ മൊത്തം നടക്കുന്നത്. നൗ റഹ്മാൻ എസ് അജി കുര്യൻ ആൻഡ് സഞ്ജു എസ് ബിബിൻ, അങ്ങനെ നല്ല ഒരു താരനിര തന്നെയുണ്ട്. സഞ്ജുവിൻ്റെ കരിയറിലെ ഏറ്റവും നല്ല ഒരു ഹിറ്റ് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ് ഈ ഒരു സിനിമയിൽ കക്ഷി അവതരിപ്പിച്ചിരിക്കുന്നത്. ബിബിൻ ചന്ദ്രനാണ് എന്തോ, വാട്ടെവർ, ബിബിൻ എന്നാണ് പേര്. ആൻഡ് ഒരു ക്ലിഫ് ഹാങ്കറിൽ, ഓൾമോസ്റ്റ് ഒരു ക്ലിഫ് ഹാങ്കർ സിമിലാരിറ്റിയിലാണ് ഈ ഒരു സീരീസ് അവസാനിക്കുന്നത്. 7 എപ്പിസോഡ് ഉണ്ട് ഗൈസ്. ആൻഡ് റിലേറ്റബിൾ ആയിട്ടുള്ളത് നമ്മുടെ മുൻപ് അജു വർഗീസ് അഭിനയിച്ച് തകർത്ത ഒരു സീരീസ് വേറെ ഒരെണ്ണുണ്ടായിരുന്നു, പോലീസ് വേഷത്തിൽ വന്നു. അതും ഇതുപോലൊരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലറായിരുന്നു. ആ സീരീസിൻ്റെ പേരാണ് കവർ സ്റ്റോറി. അതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ ഇറങ്ങുമെന്നൊക്കെ പറയുന്നത് കേട്ടു. പിന്നീട് വിവരങ്ങളൊന്നുമില്ല അതിനെക്കുറിച്ചിട്ട്. സോ ഇതും ഒരു ക്ലിഫ് ഹാങ്കർ പോലെ സിമിലാരിറ്റിയാണ് നിൽക്കുന്നത്. കഥ അവസാനിക്കുന്നില്ല. ബിബിനെ പിടിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും കഥ അവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ആ ഒരു ഗ്രൂപ്പിൽ, ആ ഒരു ടീമിൽ ഇനി കുറച്ച് പേര് പിടിക്കാനുണ്ട്. ബാക്കിയുള്ള വ്യക്തികൾ ആരാണെന്നുള്ളൊരു ക്ലൂവും ഇട്ട് എറിഞ്ഞിട്ടാണ് 7ാമത്തെ എപ്പിസോഡ് വന്ന് നിൽക്കുന്നത്. സോ ഇറ്റ്സ് ലൈക്ക്, എന്താ പറയുക, ദ ക്രൈം നെവർ സ്റ്റോപ്സ്, കീപ് ഗോയിങ് ഓൺ. ഇനിയും പോയിക്കൊണ്ടിരിക്കുകയാണ്, പടം പിടിച്ച് അവസാനിക്കുന്നില്ല. സോ അടുത്ത സീസൺ 2 എപ്പോൾ ഇറങ്ങും, എങ്ങനെ ഇറങ്ങും, ഷൂട്ടിംഗ് ആരംഭിച്ചോ ഇല്ലയോ എന്ന് നത്തിങ് ഹാസ് ബീൻ റിവീൽഡ്. എനിക്കറിയാൻ കഴിഞ്ഞത് സീസൺ 2 കുറിച്ചിട്ടുള്ളത് അണിയറയിൽ നടക്കുന്നേ ഉള്ളൂ. സംഭവം തീരുമാനമൊന്നും ആയിട്ടില്ല. പക്ഷെ എന്തായാലും വരും. കാരണം ഇതിൻ്റെ ഒരു ഓഡിയൻസ് റെസ്പോൺസ് ഒട്ടുമിക്കയിടത്തും പോസിറ്റീവാണ്. ആൻഡ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഏത് തിയേറ്ററിലാണ് ഇറങ്ങിയിട്ടുള്ളത്. നോ, തിയേറ്ററിലൊന്നും അല്ല ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സീരീസ് ആണ് ഗൈസ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ. സീരിയൽ കാണാത്തത് നല്ലല്ലോ നിങ്ങൾ, അതിലുണ്ട് ഈ സാധനം. ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഇപ്പോൾ അടുത്ത രാജേൻ്റെ 2ാം മോഷണം റിലീസായിട്ടുണ്ട്. നല്ല 4K ക്ലാരിറ്റിയിൽ ഇരുന്ന് കാണാം, അടിപൊളിയായിട്ടുണ്ട്. വീണ്ടും ഇരുന്ന് കണ്ട് കൊള്ളാം. സോ അതിൽ ഒന്ന് കാണാൻ പറ്റുമെന്നാണ് 1000 ബേബീസ്. ഒരു ഹൊറർ ഫീലോട് കൂടിയിട്ടാണ് പടത്തിൻ്റെ ഒരു തുടക്കം. കാരണം ഈ ലിസാന എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് ഹാലുസിനേഷൻസ് ഉണ്ടാകുമ്പോൾ ചുറ്റും പിന്നിൽ 1000 തൊട്ടിലുകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫീലുണ്ട്. സോ ഒരു തുടക്കത്തിൽ തന്നെ ഒരു ഹൊറർ എലമെൻ്റ് ഇതിൽ കീപ്പ് ചെയ്യുന്നുണ്ട് ഡയറക്ടർ. ആൻഡ് യെസ്, ഐ ഫോർഗോട്ട്, ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒരാൾ തന്നെയാണ്. പേര് എനിക്ക് അറിഞ്ഞൂടാ, നീലേഷ് അങ്ങനെ എന്തൊക്കെയാണ് പണ്ട് പേരുകളൊക്കെ. രണ്ടുപേരും ഒന്ന് തന്നെ. അടിപൊളിയായിട്ടുണ്ട്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സീരീസ് നമുക്ക് തരുന്നത്. ഐ ഹോപ്പ് സീസൺ 2 അടുത്തന്നെ കിക്ക് ഓഫ് ചെയ്യണം. കാരണം കവർ സ്റ്റോറി പോലെ അതവിടെ വെച്ച് നിൽക്കാനായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു സാധനം കാണാനായിട്ട്. ആൻഡ് യെസ്, റഹ്മാൻ്റെ ഒരു കംബാക്ക്. കാരണം ഇതിന് മുൻപ് ഇറങ്ങിയ ബാഡ് ബോയ്സ് അതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതാണ് ഇതിലുള്ള പെർഫോമൻസ്. കക്ഷി എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബിബിനെ ഞാൻ പിടിച്ചു തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ചോദ്യത്തിൻ്റെ ഒരു ധ്വനി എന്താണ്, ഒരു വ്യാപ്തി എന്താണെന്നുള്ളത്. ആൻഡ് ഇതിൽ കേരള പോലീസിന് ഇവരെ എന്താ പറയുക, ഈ ക്രൈം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂം സെറ്റപ്പ് ആക്കുന്ന ഒരു പരിപാടിയുണ്ട്. സോ അതിൽ കുറേ സ്ക്രീനുകൾ അവിടെ ഇവിടേക്കും ഹാൻഡ് വെച്ചിട്ട് റീഡ് ചെയ്യുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ് ചെയ്തുള്ളൊരു വക്കാൻഡ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ട്രോളാൻ തോന്നത്തില്ല. ആ രീതിയിലാണ് സംഭവം എല്ലാം ചെയ്തു വച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടു ഗൈസ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്, ഇതിനൊരു റിവ്യൂ എഴുതാൻ തീരുമാനിച്ചത്. കാരണം ഈ ഒരു സീരീസ് ഇറങ്ങിയത് കഴിഞ്ഞ മാസമാണ്. ഐ തിങ്ക് October 21st സംതിങ് എന്താണ് ഇറങ്ങിയത്. ബട്ട് ദിസ് തിങ് ഡിസേർവ്സ് എ പോസിറ്റീവ് റിവ്യൂ വെരി മച്ച്. നിങ്ങളത് കണ്ടിരിക്കണം എന്ന് പറയാൻ തോന്നിക്കുന്ന ഒരു സീരീസാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് റെക്കമെൻഡഡ് വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. ആൻഡ് ഒബ്വിയസ്ലി കഴിഞ്ഞ ഈ ആഴ്ച ഒരുപാട് നല്ല റിലീസുകൾ വന്നിട്ടുണ്ട്. അത് ഇരുന്ന് കാണണം, സമയം കിട്ടിയില്ല. അതിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരേക്കും ഇത് കാണാൻ മറക്കണ്ട. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തവരൊന്നും ഉണ്ടാവില്ല, കേരളൈറ്റ്സ് ആയിട്ട് കാണാം.
ഇതിനൊക്കെ അത്യാവശ്യം പ്രോത്സാഹനം കൊടുക്കേണ്ട ഐറ്റംസൊക്കെയാണ്. സോ ഗൈസ്, അടുത്ത റിവ്യൂമായിട്ട് വരാം. ആൻഡ് ആസ് യൂഷ്വൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, സ്റ്റേ ട്യൂൺഡ്.